നിന്റെ ഖബറിലേക്ക് ആരുമില്ല. എല്ലാവരെയും വിട്ടെറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാ. നിന്റെ ഭാര്യ നിന്റെ ഖബറിൽ വരൂല, നിന്റെ മക്കൾ നിന്റെ ഖബറിൽ വരൂല, നിന്റെ സഹോദരങ്ങൾ ഖബറിൽ വരൂല, നിന്റെ സമ്പത്തുകൾ ഖബറിൽ വരൂല, നിന്റെ അധികാരങ്ങൾ ഖബറിൽ വരൂല, നിന്റെ വാഹനങ്ങൾ ഖബറിൽ വരൂല, നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഖബറിൽ വരൂല. നിനക്ക് ഖബറിലുള്ള അമാലുകൾ മാത്രമാ. അപ്പോഴാണ് അവനിതാ നിലവിളിച്ചുകൊണ്ട് പറയുന്നത്, യാ ലൈതനീ അതർതുക അലാ അഹ്ലി വവലദി വഅസീറതി വമാ ഖവലനി അല്ലാഹു. ഞാൻ എൻ്റെ അമാലുകളെ ഞാൻ ദുനിയാവിൽ വെച്ച് കൂട്ടുകൂടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബക്കാരെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ സമ്പത്തുകളുമെല്ലാം ഞാൻ അധികമായി സ്നേഹിച്ചു പോയതാ. ഞാൻ അന്ന് അമാലുകൾ ചെയ്യാൻ മറന്നുപോയതാ. അവരാരും എൻ്റെ ഖബറിലേക്ക് കടന്നു വരുന്നില്ല. ഞാനന്ന് ഇഷ്ടപ്പെടാതിരുന്ന അമാലുകളാണ് എൻ്റെ ഖബറിലേക്ക് കൂട്ടിന് വന്നിരിക്കുന്നത്. അല്ലാഹുവേ, ഞാൻ അന്ന് അമാലുകൾ ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ.